സോ എല്ലാവർക്കും അറിയാവുന്നത് പോലെ 2026 സിവിൽ സർവീസ് എക്സാം ഈ മെയിൽ ആക്ച്വലി നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ 2027ലേക്കാണ് സിവിൽ സർവീസ് എക്സാം ഉണ്ടാവുക. സോ ഇതിൻ്റെ സ്റ്റേജസ് നിങ്ങൾക്കറിയാം. പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇൻ്റർവ്യൂ. അപ്പോൾ പ്രിലിംസിന് GSും CSAT ഉണ്ടാവും. മെയിൻസിന് ഓപ്ഷണൽ സബ്ജക്ട്സ് അടക്കമുള്ള പേപ്പേഴ്സ് ഉണ്ടാകും. സോ ഇതിനെങ്ങനെയാണ് 1 ഇയർ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് ഏകദേശം ഒരു ഐഡിയ തരാനാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് 3 മന്ത് ആക്ച്വലി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് NCERT ബേസിക്സിനാണ്. ക്ലാസ് 6 to 12 വരെയുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, ക്ലാസ് 9 to 12 വരെയുള്ള ഇക്കോണമി അഥവാ ഇക്കണോമിക്സ്. ആൻഡ് ഇതിൽ ചിലതൊക്കെ ക്ലാസ് 6, 7 ഒക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. 11th and 12th ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സ്റ്റിൽ NCERTക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ലൈക്ക് ഒന്ന് സെൽഫ് സ്റ്റഡി ചെയ്യുക. ഇതിൻ്റെ NCERT PDFs ഒക്കെ അവൈലബിൾ ആയിരിക്കും, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ പർച്ചേസ് ഇറ്റ് ഫ്രം ഫ്ലിപ്കാർട്ട് ഓർ ആമസോൺ. ആൻഡ് CSAT ബേസിക്സ് ആക്ച്വലി പെർഫോം ചെയ്യുക. ലൈക്ക് മാത്തമാറ്റിക്സ്, റീസണിങ് ആൻഡ് റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ് സിലബസ്. അപ്പോൾ അതിൻ്റെ ബേസിക്സ് ഒക്കെ, ബേസിക് മാത്ത്, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സ്ക്വയേഴ്സ്, ഓഡ്, പ്രൈം നമ്പർ, ഈവൻ നമ്പർ, ഓഡ് നമ്പർ അടക്കമുള്ള ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഡെയിലി കറണ്ട് അഫെയർസ് കവർ ചെയ്യുക. ദ ഹിന്ദു ഓർ ഇന്ത്യൻ എക്സ്പ്രസ് പ്രോപ്പർലി നോക്കുക, അല്ലെങ്കിൽ ഒരു അനാലിസിസ് ക്ലാസ് എന്തായാലും കാണാം. നെക്സ്റ്റ് 4 to 7 മന്ത് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ബുക്കും ഓപ്ഷണൽ പേപ്പറും ആയിരിക്കണം മൈൻഡിൽ ഉണ്ടാവേണ്ടത്. സ്റ്റാൻഡേർഡ് ബുക്സ് കവർ ചെയ്യുക. അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പൊളിറ്റിക്ക് M. ലക്ഷ്മികാന്ത്, മോഡേൺ ഇന്ത്യ, സ്പെക്ട്രം, ഇക്കോണമി സഞ്ജീവ് വർമ്മ അഥവാ നിതിൻ സിംഗാനിയ, ഓരോ സ്റ്റാൻഡേർഡ് ബുക്സ് റെഫർ ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ചിട്ട് അറിയണമെങ്കിൽ വാട്സാപ്പിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ആൻഡ് ഓപ്ഷണൽ പേപ്പർ, ഏതെങ്കിലും ഒരു ഓപ്ഷണൽ പേപ്പർ വേണം. അത് യു ക്യാൻ ചൂസ് ആന്ത്രോപോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. CSAT വീക്ക്ലി ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. പിന്നെ MCQ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ AI ഡിവൈസ് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് MCQ ആക്ച്വലി നിർമ്മിച്ചിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫൈനൽ റിവിഷൻ എന്ന് പറയുന്നത് അവസാനം പഠിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം മോക്ക് ടെസ്റ്റും ടെസ്റ്റ് സീരീസും അറ്റൻഡ് ചെയ്യുക. സോ മോർണിംഗ് ആക്ച്വലി GS നോക്കുകയാണെങ്കിൽ ആഫ്റ്റർനൂൺ ഓപ്ഷണൽ നോക്കുക. ഈവനിങ് കറണ്ട് അഫെയർസ് ആയിട്ട് CSAT MCQ സോൾവ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് 1 ഇയർ.